ലോലസ് എക്സ്പ്ലോറേഷൻ്റെ സ്വിറ്റ്സർലൻഡ് ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രിൻഡൽവാൾഡിലാണ്. ഇന്റർലാക്കിന് ഒരു ഏകദേശം 10-30 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു സ്ഥലമാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ചക്രയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ കാരണം ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിൽ നിന്ന് ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിൽ ഞങ്ങൾ എൻക്വയറി ചെയ്തപ്പോൾ 3 ദിവസത്തെ ഒരു ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടിക്കറ്റിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യും. ഈവൻ ടോപ്പ് ഓഫ് ദ യൂറോപ്പ്, അതായത് യുങ്ങെ ഫ്രൗ യോഹിലൊക്കെ നമുക്ക് വൺസ് നമുക്ക് റിട്ടേൺ ജേർണിയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചക്കര പറയും. അപ്പോൾ ഞങ്ങളിവിടെ എൻക്വയറി ചെയ്തപ്പോൾ, അതായത് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ എൻക്വയറി ചെയ്തപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെയൊരു പാസ്. അപ്പോൾ ഈ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാസിൽ കവർ ചെയ്യുന്നത് നമുക്ക് മാൻലഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേബിൾ കാർ എടുക്കാം, പിന്നെ ക്ലൈനെ ഷൈഡക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിൻ എടുക്കാം, അവിടെ നിന്ന് ഇതെല്ലാം റിട്ടേൺ ജേർണിയും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ടോപ്പ് ഓഫ് ദ യൂറോപ്പ്, അതായത് യുങ്ഫ്രൗ യോഹിലേക്ക് ഒരു ട്രിപ്പ് ഇൻക്ലൂഡഡ് ആണ്. അത് ഒരു ട്രിപ്പ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. 2-3 ടൈംസ് നമുക്ക് പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും ഈ ട്രെയിനും അതുപോലെ തന്നെ കേബിൾ കാറും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും കാഴ്ചകളുമാണ് ഇനി അടുത്ത എപ്പിസോഡ്സിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ പാസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പാസിന് 240 യൂറോ ആണ്. അങ്ങനെ 2 പാസ് എടുത്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽ ട്രിപ്പിനും ടിക്കറ്റ് എടുക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇതിനേക്കാളും ഈ പാസിനേക്കാളും. അപ്പോൾ ഈ പാസ് വെച്ചിട്ട് ഞങ്ങൾ ഈ 3 ദിവസം ട്രാവൽ ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ഈ പാസ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ യാത്രകളൊക്കെ കാണാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം ഇത് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഈ പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ഇന്റർലാക്കൻ ഓസ്റ്റിൽ നിന്ന് ഇവിടെ ഗ്രിൻഡൽവാൾഡിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും. ഇന്റർലാക്കൻ വെസ്റ്റിൽ നിന്നും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലോക്കലി ഉള്ള ട്രാവൽസും ഇതിനകത്ത് ഈ പാസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഏതായാലും വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തതേ അല്ല ഇതേപോലത്തെ ഒരു പാസ് എടുത്ത് ഇത്ര ദിവസം ഇവിടെ കറങ്ങണം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന മാൻലിഹനിലേക്ക് പോകാമെന്നാണ് കേബിൾ കാർ എടുത്തിട്ട്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററുകാർ പറഞ്ഞത് എവറി മിനിറ്റിൽ കേബിൾ കാർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കേബിൾ കാറിൻ്റെ അടുത്തേക്ക് പോവാം. Willkommen bei der Männlichen Bahn. Welcome to the Männlichen Bahn cableway. നമ്മളിപ്പോൾ കേബിൾ കാറിൽ കയറി ഇതൊരു വെറൈറ്റി കേബിൾ കാറായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിൾ പോലത്തെ ഇതിൽ ഇങ്ങനെ കേബിൾ കാറുകൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനകത്ത് നമുക്ക് നേരെ അവിടെ നിന്ന് കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ കേബിൾ കാറിൽ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഞാനും ഉമ്മേട്ടനും മാത്രമേ ഉള്ളൂ. ഉമ്മേട്ടൻ ഇവിടെ ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. ഞാനിവിടെ ഈ കേബിൾ കാറിന്റെ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും കാണുന്ന വ്യൂസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന തിരക്കിലാണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. അതേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിലൊക്കെയുള്ള മലകളിൽ നിറച്ച് മഞ്ഞൊക്കെ വീണ് ഇങ്ങനെ വെളുത്ത്, ചില സൈഡുകളിൽ വെളുത്ത്, ചില സൈഡുകളിൽ ഗ്രീനറി ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിത് ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. അതായത് ഇത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. എന്നിരുന്നാൽ പോലും ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി അനുഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രമാത്രം അത് പറഞ്ഞത് സത്യമാണെന്നുള്ളത്.
പിന്നെ ചെറിയ പേടിയൊക്കെ ആവും ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ വശത്തും ഗ്ലാസ്സാണ്. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനൊന്നും ഇവിടെ ആരുമില്ല, നമ്മുടെ നേരത്തെ കേബിൾ കാറിനെ പോലെ. ആ കാണുന്ന വീടുകളിൽ എവിടെയെങ്കിലും മലയിൽ നമുക്കൊരു വീടുണ്ടായിരുന്നെങ്കിലോ, എന്താ പറയാ, ജീവിതകാലം മുഴുവൻ ടെൻഷൻ എന്താണെന്നറിയാതെ ജീവിക്കാറുന്നല്ലേ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കല്പ ഗന്ധർവ ലോകത്തിലോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനായ മേൻലിഹനിൽ എത്തിയേക്കുവാണ്. അപ്പോൾ ഈ മേൻലിഹൻ എന്ന് പറയുന്നത് 2222 മീറ്റർ ടോപ്പിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അതേ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. വേണ്ട കുറേ കുട്ടികളൊക്കെ കളിക്കേണ്ട അവിടെ എവിടെയായിട്ട്. വലിയൊരു പശുവൊക്കെ ഉണ്ട് അവിടെ. മാത്രമല്ല ഈ സ്റ്റേഷൻ്റെ, നമ്മൾ കേബിൾ കാർ ഇറങ്ങിയ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആ റെസ്റ്റോറൻറ്റിലുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും ചെറിയ സ്നാക്സും പിന്നെ അതേപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നാലോ? ഇനി നേരെ ഫ്രണ്ടിലേക്ക് പോയാലോ? ആ, അവിടെ ഒരു സൈഡിൽ ഭയങ്കര മഞ്ഞുമലകളാണ്, ഇപ്പുറത്തെ സൈഡിൽ തൊട്ട് മഞ്ഞുമലയുടെ താഴത്ത് കുറച്ച് പുല്ല്, നല്ല പച്ചപ്പ് വിരിച്ച മലകളാണ്. ഇപ്പം നമ്മൾ നടക്കുന്നത് ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഒരു സ്വിസ് ഫ്ലാഗൊക്കെ അവിടെ ഉണ്ട്. ഹലോ, അയ്യോ ഇവിടുത്തെ വ്യൂ. ഇവിടെ വന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ ഫുള്ള് എനിക്ക് തോന്നുന്നു വെങ്ങൻ എന്ന് പറയുന്ന വില്ലേജാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പ് വിരിച്ച മലനിരകളാണ്. അതിനകത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ സോളാർ എനർജിക്ക് വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ മേൻലിഹനിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മേൻലിഹനിൽ നിന്ന് വെങ്ങനിലേക്ക് ഒരു കേബിൾ കാർ സർവീസ് ഉണ്ട്. പക്ഷേ നമ്മളെടുത്ത പാസിൽ ആ കേബിൾ കാർ സർവീസിന് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ 9 CHF കൂടെ പേ ചെയ്യണം ഒരാൾക്ക്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ പോകണ്ടാവില്ലായിരിക്കും. നമുക്കിനി വേറെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ വേറെ ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ചാരുകസേരകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എടുത്ത് ഇവിടെയൊക്കെ ഇരുന്ന് ഇതേപോലത്തെ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ കുറേ നേരം റെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇറങ്ങിയ മേൻലിഹൻ കേബിൾ കാർ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. നിറയെ പശുക്കളുണ്ട്, അതേപോലെ മലനിരകൾ, മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളുണ്ട്, പച്ചപ്പ് മൂടിക്കിടക്കുന്ന മലനിരകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിരിക്കും യുങ്ഫ്രോവിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. കുറേ പശുക്കൾ നിൽക്കുന്നുണ്ട്. സ്വിസ് പശുക്കളാണ് ഇതൊക്കെ. പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 പോണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ വന്ന കേബിൾ കാറുകളാണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അകലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഗ്രിൻഡൽവാൾഡ് വില്ലേജാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു ബോർഡുണ്ട്, അതായത് നമ്മുടെ മേൻലിഹിൽ നിന്ന് ക്ലൈനെ ഷൈഡർഗിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഈ മേൻലിഹിൽ നിന്ന് അങ്ങോട്ടേക്ക് വാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈക്ക് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മേൻലിഹിൽ നിന്ന് വീണ്ടും കേബിൾ കാർ എടുത്ത് നമ്മുടെ ഗ്രിൻഡൽവാൾഡിൽ എത്താനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ക്ലൈനെ ഷൈഡർഗിൽ എത്താൻ വേണ്ടിയിട്ട് ഗ്രിൻഡൽവാൾഡിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ എടുത്തിട്ട് നമുക്ക് ക്ലൈനെ ഷൈഡർഗിൽ എത്താം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വാക്ക് ചെയ്ത് പോകാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് ഈ വഴിയെ പോകാനായിട്ടും പറ്റും. കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സൈൻ ഓഫ് പറയാനായിട്ട് എൻ്റെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. ഒരാൾ ഇവിടെ നിൽക്കേണ്ട, ഒരാൾ വിശ്രമിക്കുകയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ കാഴ്ചകളുമായിട്ട് മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. ബൈ ബൈ. ഇന്നവിടെ കഴിച്ചോടാ.